ശാന്തി 6/4/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുടെ അടുക്കൽ എന്തെല്ലാം സാധനങ്ങളുണ്ടോ മുഴുവനായും അതിൻ്റെ അവസാനം വരെയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ അത് ധാരണ ചെയ്യിക്കൂ. ചോദ്യം: ത്രികാലദർശിയായ ബാബ ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയാമായിരുന്നിട്ടും നാളത്തെ കാര്യം ഇന്ന് പറഞ്ഞു തരുന്നില്ല. എന്തുകൊണ്ട്? ഉത്തരം: ബാബ പറയുന്നു, കുട്ടികളെ, അഥവാ ഞാൻ മുൻകൂട്ടി തന്നെ പറഞ്ഞു തരികയാണ് എങ്കിൽ ഡ്രാമയുടെ രസം തന്നെ ഇല്ലാതായി പോയിനെ. ഇത് നിയമം അനുശാസിക്കുന്നില്ല. സർവ്വതും അറിഞ്ഞുകൊണ്ടും ഞാനും ഡ്രാമയ്ക്ക് വശപ്പെട്ടിരിക്കുന്നു. മുൻകൂട്ടി കേൾപ്പിക്കുവാനാകില്ല. അതിനാൽ എന്ത് സംഭവിക്കുമോ നിങ്ങൾ അതിൻ്റെ ചിന്ത ഉപേക്ഷിക്കൂ. ഗീതം: മരിക്കേണ്ടത് നിന്റെ വീഥിയിൽ. ഓം ശാന്തി. ഇതാണ് പാരലൗകിക ആത്മാക്കളുടെ പിതാവ്. ആത്മാക്കളോട് തന്നെയാണ് സംസാരിക്കുന്നത്. ആ ഒന്നിന് കുട്ടികളെ എന്ന് പറയുന്നതിൻ്റെ പ്രാക്ടീസ് ഉണ്ടാകുന്നു. ശരീരം പെൺകുട്ടിയുടേതായിരിക്കാം, എന്നാൽ ആത്മാക്കളെല്ലാം തന്നെ കുട്ടികളാണ്. ഓരോ ആത്മാവും അവകാശിയാണ്, അതായത് സമ്പത്ത് നേടുന്നതിൻ്റെ അധികാരം ഉള്ളവരാണ്. ബാബ വന്ന് പറയുന്നു, കുട്ടികളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്പത്ത് നേടാനുള്ള അധികാരമുണ്ട്. പരിധിയില്ലാത്ത ബാബയെ വളരെയധികം ഓർമ്മിക്കണം. ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ബാബ പരംധാമത്തിൽ നിന്നും നമ്മളെ പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. സാധു സന്യാസിമാരാണെങ്കിൽ തൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്നും വരുന്നു. ബാബയാകട്ടെ പരംധാമത്തിൽ നിന്നും വന്നിരിക്കുന്നു നമ്മളെ പഠിപ്പിക്കുവാനായി. ഇതാർക്കും അറിയില്ല. പരിധിയില്ലാത്ത ബാബ പതീത പാവനായ ഗോഡ് ഫാദറാണ്. ആ ഒന്നിനെ ഓഷ്യൻ ഓഫ് നോളജ് എന്നും പറയുന്നു. അതോറിറ്റിയാണല്ലോ. ഏതൊരു നോളജാണ്? ഈശ്വരീയ നോളജ്. ബാബ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. സച്ചിത് ആനന്ദ സ്വരൂപമാണ്. ആ ഒന്നിന് വളരെ ഉയർന്ന മഹിമയാണുള്ളത്. ആ ഒന്നിൻ്റെ അടുക്കൽ ഈ സാമഗ്രികളുണ്ട്. ആർക്കെങ്കിലും കടയുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ ഇന്ന വെറൈറ്റി ഉണ്ട് എന്ന് പറയും. ബാബയും പറയുന്നു, ഞാൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ആനന്ദത്തിൻ്റെ സാഗരമാണ്, ശാന്തിയുടെ സാഗരമാണ്. എൻ്റെ അടുക്കൽ ഈ എല്ലാ സാധനങ്ങളുമുണ്ട്. ഞാൻ സംഗമത്തിൽ വരുന്നു ഡെലിവറി ചെയ്യാൻ. എന്തെല്ലാം എൻ്റെ അടുക്കലുണ്ടോ എല്ലാം ഡെലിവറി ചെയ്യുന്നു. പിന്നെ എത്രത്തോളം ആര് ധാരണ ചെയ്യുന്നുവോ അഥവാ എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അതനുസരിച്ച്. കുട്ടികൾക്കറിയാം ബാബയുടെ അടുക്കൽ എന്തെല്ലാം ഉണ്ട്. ആക്യുറേറ്റായി അറിയുന്നു. ഈ കാലത്ത് ആരും തന്നെ ആരോടും തനിക്കുള്ളത് മുഴുവനായി പറയുന്നില്ല. ചിലരുടേത് പൊടിയിലമർന്നു എന്നെല്ലാം പാടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോഴത്തെ കാര്യമാണ്. തീ പിടിക്കും, എല്ലാം ഇല്ലാതാകും. രാജാക്കന്മാരുടെ അടുക്കൽ ഉള്ളിൽ വളരെ ബലമുള്ള ഗുഹകളുണ്ട്. എർത്ത് ക്വേക്ക് ഉണ്ടായാലും ശക്തമായി തീ പിടിച്ചാലും ഉള്ളിൽ നിന്നും പുറത്തു വരുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള ഒരു വസ്തുവും അവിടെ ഉപയോഗത്തിൽ വരില്ല. ഖനികളും മറ്റുമെല്ലാം പുതിയതായി നിറയും. സയൻസും റിഫൈനായി നിങ്ങൾക്ക് ഉപയോഗത്തിൽ വരും. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ മുഴുവൻ ജ്ഞാനവുമുണ്ട്. കുട്ടികൾക്കറിയാം, നമ്മൾ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. അന്ത്യത്തിൻ്റെ ചെറിയൊരു കഷ്ണമാണ് ബാക്കിയുള്ളത്. അതിനെയും അറിയും. ബാബ മുൻകൂട്ടി തന്നെ എങ്ങനെയെല്ലാം പറഞ്ഞു തരും? ബാബ പറയുന്നു, ഞാനും ഡ്രാമയ്ക്ക് വശപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ഏതൊരു ജ്ഞാനം ലഭിച്ചുവോ അത് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഏതൊരു സെക്കൻഡ് പാസ്സായോ അതിനെ ഡ്രാമ എന്ന് മനസ്സിലാക്കണം. ബാക്കി നാളെ എന്തുണ്ടാകുമോ അത് നോക്കാം. നാളത്തെ കാര്യം ഇന്ന് കേൾപ്പിക്കില്ല. ഈ ഡ്രാമയുടെ രഹസ്യത്തെ
മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ എത്ര നീണ്ടതാക്കിയിരിക്കുന്നു. ഈ ഡ്രാമയെ മനസ്സിലാക്കുന്നതിനും ധൈര്യം ആവശ്യമാണ്. അമ്മ മരിച്ചാലും ഹലുവ കഴിക്കണം. മരിച്ചു പോയി, അടുത്ത ജന്മം എടുത്തു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ എന്തിന് കരയണം? ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. പത്രങ്ങളിൽ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും, ഈ എക്സിബിഷൻ ഇന്നേക്ക് 5000 വർഷം മുമ്പ് ഇതേ തീയതി ഇതേ സ്ഥാനത്ത് ഇതേ രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഈ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് എഴുതണം. ഈ ലോകം ബാക്കി കുറച്ച് ദിവസമേ ഉള്ളൂ. ഇതെല്ലാം സമാപ്തമാകും എന്നത് അറിയുന്നുണ്ട്. നമ്മളാണെങ്കിൽ പുരുഷാർത്ഥം ചെയ്ത് വികർമ്മജീതായി മാറും. പിന്നെ ദ്വാപരം മുതൽ വിക്രമ സംവത്സരം ആരംഭിക്കുന്നു. അതായത് വികർമ്മം ഉണ്ടാകുന്നതിൻ്റെ സംവത്സരം. ഈ സമയം നിങ്ങൾ വികർമ്മങ്ങളുടെ മേൽ ജയം നേടുന്നു. അപ്പോൾ വികർമ്മജീതായി മാറുന്നു. പാപകർമ്മങ്ങളെ ശ്രീമത്തിലൂടെ ജയിച്ച് വികർമ്മജീതാകുന്നു. അവിടെ നിങ്ങൾ ആത്മാഭിമാനി ആയിരിക്കുന്നു. അവിടെ ദേഹാഭിമാനം ഉണ്ടായിരിക്കുന്നില്ല. കലിയുഗത്തിൽ ദേഹാഭിമാനമാണ്. സംഗമത്തിൽ നിങ്ങൾ ദേഹി അഭിമാനിയാകുന്നു. പരംപിത പരമാത്മാവിനെയും അറിയുന്നു. ഇതാണ് ശുദ്ധ അഭിമാനം. നിങ്ങൾ ബ്രാഹ്മണർ ഏറ്റവും ഉയർന്നവരാണ്. നിങ്ങളാണ് സർവോത്തമ ബ്രാഹ്മണ കുലഭൂഷണർ. ഈ നോളജ് കേവലം നിങ്ങൾക്കാണ് ലഭിക്കുന്നത്, മറ്റാർക്കും ലഭിക്കുന്നില്ല. നിങ്ങളുടേത് സർവോത്തമ കുലമാണ്. അതീന്ദ്രിയ സുഖം ഗോപി വല്ലഭന്റെ കുട്ടികളോട് ചോദിക്കൂ എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ലോട്ടറി ലഭിക്കുന്നു. ഏതെങ്കിലും സാധനം ലഭിക്കുകയാണെങ്കിൽ അതിന് ഇത്രയും സന്തോഷം കാണില്ല. ദരിദ്രനിൽ നിന്നും ധനികനായി മാറുന്നുവെങ്കിൽ സന്തോഷമുണ്ടായിരിക്കും. നിങ്ങൾക്കും അറിയാം, എത്രത്തോളം നമ്മൾ പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും ബാബയിൽ നിന്നും രാജധാനിയുടെ സമ്പത്ത് നേടും. ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും നേടും. മുഖ്യമായ കാര്യം ബാബ പറയുന്നു, കുട്ടികളെ തൻ്റെ മോസ്റ്റ് ബിലവഡായ ബാബയെ ഓർമ്മിക്കൂ. അത് എല്ലാവരുടെയും ബിലവഡായ ബാബയാണ്. ആ ഒന്ന് വന്ന് എല്ലാവർക്കും സുഖവും ശാന്തിയും നൽകുന്നു. ഇപ്പോൾ ദേവി ദേവന്മാരുടെ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. അവിടെ കിങ് ക്വീൻ അല്ല ഉണ്ടായിരിക്കുന്നത്. അവിടെ പറയും മഹാരാജ മഹാറാണി എന്ന്, അഥവാ ഭഗവാൻ ഭഗവതി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ യഥാ രാജ റാണി തഥാ പ്രജ, എല്ലാവരും ഭഗവാൻ ഭഗവതി ആകുമായിരുന്നു. അതിനാൽ ഭഗവാൻ ഭഗവതി എന്ന് പറയുന്നില്ല. ഭഗവാൻ ഒന്നേ ഉള്ളൂ. മനുഷ്യനെ ഭഗവാൻ എന്ന് പറയില്ല. സൂക്ഷ്മവതനവാസിയായ ബ്രഹ്മ വിഷ്ണു ശങ്കരനെയും ദേവത എന്ന് പറയുന്നു. സ്ഥൂലവതനവാസിയെ നമ്മൾ ഭഗവാൻ ഭഗവതി എന്നെങ്ങനെ പറയും? ഉയർന്നതിലും ഉയർന്നതാണ് മൂലവതനം, പിന്നെ സൂക്ഷ്മവതനം. ഇതാണ് 3rd നമ്പർ. ഇത് നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ആത്മാക്കളുടെ പിതാവ് ശിവ് ബാബ തന്നെയാണ്. പിന്നെ ശിക്ഷകനുമാണ്, ഗുരുവുമാണ്, സ്വർണ്ണ പണിക്കാരനും ബാരിസ്റ്ററും എല്ലാമാണ്. സർവരെയും രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നു. ശിവ് ബാബ എത്ര വലിയ ബാരിസ്റ്ററാണ്. അപ്പോൾ അങ്ങനെയുള്ള ബാബയെ എന്തിനു മറക്കണം? ബാബ നമ്മൾ മറന്നു പോകുന്നു എന്ന് എന്തുകൊണ്ട് പറയുന്നു? മായയുടെ വളരെയധികം കൊടുങ്കാറ്റ് വരുന്നു. ബാബ പറയുന്നു, ഇതുണ്ടാകും, അല്പമൊന്ന് പ്രയത്നിക്കേണ്ടി വരും. ഇതാണ് മായയോടുള്ള യുദ്ധം. പാണ്ഡവരായ നിങ്ങൾക്ക് കൗരവരുമായി യുദ്ധമൊന്നുമില്ല. പാണ്ഡവർ എങ്ങനെ യുദ്ധം ചെയ്യും? പിന്നെ ഹിംസാത്മകമായി പോകും. ബാബ ഒരിക്കലും ഹിംസ പഠിപ്പിക്കുന്നില്ല. ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വാസ്തവത്തിൽ നമ്മുടേത് യുദ്ധമൊന്നുമല്ല. ബാബ കേവലം യുക്തി പറഞ്ഞു തരുന്നു, എന്നെ ഓർമ്മിക്കൂ, മായയുടെ യുദ്ധമുണ്ടാകില്ല. ഇതിൻ്റെ മേലും ഒരു കഥയുണ്ട്. ആദ്യം സുഖം വേണമോ അതോ ദുഃഖം വേണമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സുഖം. സത്യയുഗത്തിൽ ദുഃഖമുണ്ടാവുക സാധ്യമല്ല.
നിങ്ങൾക്കറിയാം, ഈ സമയം എല്ലാ സീതമാരും രാവണന്റെ ശോകവാടികയിലാണ്. ഈ മുഴുവൻ ലോകവും സാഗര മധ്യത്തിലെ ലങ്കയാണ്. ഇപ്പോൾ എല്ലാവരും രാവണന്റെ ജയിലിൽ കിടക്കുന്നു. സർവരുടെയും സദ്ഗതി ചെയ്യുന്നതിനായി ബാബ വന്നിരിക്കുന്നു. എല്ലാവരും ശോകവാടികയിലാണ്. സ്വർഗത്തിൽ സുഖമാണ്, നരകത്തിലുള്ളത് ദുഃഖമാണ്. ഇതിനെ ശോകവാടിക എന്ന് പറയും. അതാണ് അശോകം, സ്വർഗം. വളരെ വലിയ വ്യത്യാസമുണ്ട്. കുട്ടികളായ നിങ്ങൾ പരിശ്രമിച്ച് ബാബയെ ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ സന്തോഷത്തിൻ്റെ രസം കയറും. ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ വളർത്തുപുത്രന്മാരാണ്. പിന്നെ പ്രജയിലേക്ക് പോകും. ഒന്നാം അമ്മയുടേതാണ് എങ്കിൽ രാജധാനിയിലേക്ക് വരും. രാജധാനിയിൽ വരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ശ്രീമത്തനുസരിച്ച് നടക്കേണ്ടി വരും. കൃഷ്ണന്റെ മതമല്ല ലഭിക്കുന്നത്, മതം രണ്ടാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ ശ്രീമത്തെടുക്കുന്നു, പിന്നെ സത്യയുഗത്തിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു. പിന്നെ ദ്വാപരയിൽ രാവണന്റെ മതം ലഭിക്കുന്നു. എല്ലാവരും രാവണന്റെ മതമനുസരിച്ച് അസുരനായി മാറുന്നു. നിങ്ങൾക്ക് ഈശ്വരീയ മതം ലഭിക്കുന്നു. മതം നൽകുന്നവൻ ഒരേ ഒരു ബാബയാണ്. ആ ഒന്നാണ് ഈശ്വരൻ. നിങ്ങൾ ഈശ്വരീയ മതത്തിലൂടെ എത്ര പവിത്രമാകുന്നു. ആദ്യത്തെ പാപമാണ് വിഷയസാഗരത്തിൽ മുങ്ങിത്താഴുക. ദേവതമാർ വിഷയസാഗരത്തിൽ മുങ്ങിത്താഴുകയില്ല. അവിടെ കുട്ടികളില്ലേ എന്ന് ചോദിക്കും. കുട്ടികൾ എന്തുകൊണ്ട് കാണില്ല? എന്നാൽ അത് വൈസ്ലെസ് ലോകമാണ്, സമ്പൂർണ്ണ നിർവികാരിയാണ്. അവിടെ ഈ വികാരങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, ദേവതമാർ കേവലം ആത്മാഭിമാനിയാണ്, പരമാത്മാ അഭിമാനിയല്ല. നിങ്ങൾ ആത്മാഭിമാനിയുമാണ്, പരമാത്മാ അഭിമാനിയുമാണ്. ആദ്യം രണ്ടുമായിരുന്നില്ല. സത്യയുഗത്തിൽ പരമാത്മാവിനെ അറിയുന്നില്ല, ആത്മാവിനെ അറിയുന്നു. ഞാൻ ആത്മാവ് ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് പിന്നെ പോയി പുതിയ ശരീരം സ്വീകരിക്കും. ആദ്യമേ അറിയാൻ കഴിയുന്നു, ഇപ്പോൾ പഴയത് ഉപേക്ഷിച്ച് പുതിയത് എടുക്കണം. കുട്ടി ഉണ്ടാകുന്നു എങ്കിലും ആദ്യമേ തന്നെ സാക്ഷാത്കാരമുണ്ടാകുന്നു. യോഗബലത്തിലൂടെ നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായി മാറുന്നു. എങ്കിൽ പിന്നെ യോഗബലത്തിലൂടെ കുട്ടികൾ ജനിക്കുക സാധ്യമല്ലേ? യോഗബലത്തിലൂടെ ഏതൊരു വസ്തുവിനെയും നിങ്ങൾക്ക് പാവനമാക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഓർമ്മയെ മറന്നു പോകുന്നു. ചിലർക്ക് അഭ്യാസമുണ്ടാകുന്നു. വളരെയധികം സന്യാസിമാരുമുണ്ട്. അവർക്ക് ഭോജനത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കും. അവർ ആ സമയം വളരെയധികം മന്ത്രം ചൊല്ലി പിന്നെ കഴിക്കുന്നു. നിങ്ങൾക്കും പഥ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. മാംസമോ മദ്യമോ ഒന്നും തന്നെ കഴിക്കരുത്. നിങ്ങൾ ദേവതയാകുകയാണല്ലോ. ദേവതമാർ ഒരിക്കലും ചപ്പുചവറ് കഴിക്കില്ല. അതിനാൽ ഇങ്ങനെ പവിത്രമാകേണ്ടതുണ്ട്. ബാബ പറയുന്നു, എന്നിലൂടെ നിങ്ങൾ എന്നെ അറിയുന്നതിലൂടെ സർവ്വതും അറിയും. പിന്നെ അറിയുവാനായി യാതൊന്നും അവശേഷിക്കില്ല. സത്യയുഗത്തിൽ പിന്നെ പഠനവും മറ്റൊന്നാണ്. ഈ വൃത്തിലോകത്തിലെ പഠനത്തിൻ്റെ അന്തിമമാണ് ഇപ്പോൾ. വൃത്തിലോകത്തിലെ മുഴുവൻ കാര്യവ്യവഹാരവും സമാപ്തമായി വീണ്ടും അമരലോകത്തിൻ്റേത് ആരംഭിക്കും. ഇത്രയും കുട്ടികൾക്ക് ലഹരി കയറേണ്ടതാണ്. അമരലോകത്തിൻ്റെ അധികാരിയായിരുന്നു കുട്ടികളായി നിങ്ങൾക്ക് അതീന്ദ്രിയ സുഖത്തിലും പരമസുഖത്തിലും കഴിയണം. പരംപിത പരമാത്മാവിൻ്റെ കുട്ടികളാണ് നമ്മൾ, അഥവാ സ്റ്റുഡൻസ് ആണ്. പരംപിത പരമാത്മാ നമ്മളെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇതിനെ തന്നെയാണ് പരമാനന്ദം എന്ന് പറയുന്നത്. സത്യയുഗത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇത് നിങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഈ സമയം ഈശ്വരീയ ഫാമിലിയിലേതാണ്. അതീന്ദ്രിയ സുഖം ഗോപഗോപികമാരോട് ചോദിക്കൂ എന്നത് ഇപ്പോഴുള്ള മഹിമയാണ്. പരംധാമിൽ നിവസിക്കുന്ന ബാബ വന്ന് നമ്മുടെ അച്ഛനും ടീച്ചറും ഗുരുവുമാകുന്നു. 3 പേരും സെർവൻ്റായി യാതൊരു അഭിമാനവും വയ്ക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ സേവനം ചെയ്ത്
നിങ്ങൾക്ക് സർവ്വതും നൽകി നിർവാണധാമത്തിൽ ഇരിക്കും എന്ന് പറയുന്നു. അപ്പോൾ സെർവൻ്റായില്ലേ? വൈസ്രോയും മറ്റും എപ്പോഴും ഒപ്പുവയ്ക്കുമ്പോൾ ഒബീഡിയൻറ്റ് സെർവൻ്റ് എന്നെഴുതുന്നു. ബാബയും നിരാകാരനാണ്, നിരഹങ്കാരിയാണ്. എങ്ങനെയാണ് ഇരുന്ന് പഠിപ്പിക്കുന്നത്? ഇത്രയും ഉയർന്ന പഠനം മറ്റാർക്കും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ഇത്രയും പോയിന്റ്സ് ആർക്കും നൽകുവാൻ സാധിക്കില്ല. മനുഷ്യർക്ക് അറിയുവാൻ കഴിയില്ല. ഈ ഒന്നിനെ ഒരു ഗുരുവും പഠിപ്പിച്ചതല്ല. ഗുരു ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ പേർക്ക് ഉണ്ടാകുമായിരുന്നു. ഒരാൾക്കായിരിക്കുമോ ഉണ്ടാവുക? ഈ ബാബ തന്നെയാണ് പതീതരെ പാവനമാക്കുന്നത്. ആദി സനാതന ദേവീ ദേവതാ ധർമ്മം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ വരുന്നു. ബാബ നമ്മൾ കഴിഞ്ഞ കൽപ്പത്തിലും കണ്ടുമുട്ടിയിരുന്നു എന്ന് പറയുന്നല്ലോ. ബാബ തന്നെ വന്ന് പതീതരെ പാവനമാക്കും. 21 ജന്മങ്ങൾക്ക് വേണ്ടി കുട്ടികളായ നിങ്ങളെ പാവനമാക്കുന്നു. അപ്പോൾ ഇതെല്ലാം ധാരണ ചെയ്യേണ്ടതാണ്. പിന്നെ ബാബ എന്ത് മനസ്സിലാക്കിച്ചുവോ അത് പറഞ്ഞു കൊടുക്കണം. ബാബയിൽ നിന്നും നമ്മൾ ഭാവിയിലെ 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്ത് നേടുന്നു. ഇത് ഓർമ്മയിലിരിക്കുന്നതിലൂടെ പിന്നെ സന്തോഷത്തിലിരിക്കും. ഇത് പരമ ആനന്ദമാണ്. മാസ്റ്റർ നോളജ്ഫുൾ, ബ്ലിസ്ഫുൾ, ഈ എല്ലാ വരദാനങ്ങളും ബാബയിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. സത്യയുഗത്തിലാണെങ്കിൽ ബുദ്ധു ആയിരിക്കും. ഈ ലക്ഷ്മി നാരായണന് യാതൊരു നോളജുമില്ല. ഇവരുടേതാണെങ്കിൽ പരമ്പരയായി തുടർന്നു വരുന്നതാണ്. നിങ്ങളെപ്പോലെ പരമാനന്ദം ദേവതമാർക്ക് പോലും ഉണ്ടാവുക സാധ്യമല്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ദേവത ആകുന്നതിനായി ആഹാരപാനീയങ്ങളുടെ വളരെയധികം ശുദ്ധി വയ്ക്കണം. വളരെയധികം പഥ്യത്തോടെ നടക്കണം. യോഗബലത്തിലൂടെ ഭക്ഷണത്തിന് ദൃഷ്ടി നൽകി ശുദ്ധമാക്കി സ്വീകരിക്കണം. നമ്മൾ പരംപിത പരമാത്മാവിൻ്റെ കുട്ടികളാണ് അഥവാ സ്റ്റുഡൻ്റാണ്. ആ ഒന്ന് നമ്മളെ ഇപ്പോൾ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ ലഹരിയിലിരുന്ന് പരമസുഖവും പരമാനന്ദവും അനുഭവിക്കണം. വരദാനം: സേവനത്തിൻ്റെ താൽപ്പര്യത്തിലൂടെ ലൗകികത്തെ അലൗകിക പ്രവൃത്തിയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന നിരന്തര സേവാധാരിയായി ഭവിക്കട്ടെ. സേവാധാരിയുടെ കർത്തവ്യമാണ് നിരന്തരം സേവനത്തിൽ ഇരിക്കുക. മനസ്സാ സേവനം ആകട്ടെ, വാച ആകട്ടെ, അഥവാ കർമ്മണ സേവനം ആകട്ടെ, സേവാധാരി ഒരിക്കലും സേവനത്തെ തന്നിൽ നിന്നും വേറെയായി കരുതുന്നില്ല. ആരുടെ ബുദ്ധിയിൽ സദാ സേവനത്തിൻ്റെ താൽപ്പര്യം ഉണ്ടായിരിക്കുന്നുവോ അവരുടെ ലൗകിക പ്രവൃത്തി അഥവാ കുടുംബം പരിവർത്തനപ്പെട്ട് ഈശ്വരീയ പ്രവൃത്തിയായി മാറുന്നു. സേവാധാരി വീടിനെ വീടായി മനസ്സിലാക്കുന്നില്ല, എന്നാൽ സേവാസ്ഥാനമായി മനസ്സിലാക്കി നടക്കുന്നു. സേവാധാരിയുടെ മുഖ്യ ഗുണമാണ് ത്യാഗം. ത്യാഗവൃത്തിയുള്ളവർ പ്രവൃത്തിയിൽ തപസ്വി മൂർത്തി ആയിരിക്കുന്നു. അതിലൂടെ സേവനം സ്വതവേ നടക്കുന്നു. സ്ലോഗൻ: തൻ്റെ സംസ്കാരങ്ങളെ ദിവ്യമാക്കണം എങ്കിൽ മനസ്സിനെയും ബുദ്ധിയെയും ബാബയുടെ മുന്നിൽ സമർപ്പിക്കൂ. അവ്യക്ത സൂചന: മഹാൻ ആകുന്നതിന് വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. ഏതൊരു ആത്മാവിനും 2 നിമിഷം മധുരമായ ദൃഷ്ടി നൽകൂ. മധുര വാക്കുകൾ പറയൂ. അപ്പോൾ ആ ആത്മാവിനെ സദാകാലത്തേക്ക് നിറഞ്ഞതാക്കും. ഈ 2 നിമിഷത്തെ മധുര ദൃഷ്ടിയും വാക്കും ആ ആത്മാവിൻ്റെ സൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തും. 2 മധുരമായ വാക്കുകൾ സദാകാലത്തേക്ക് പരിവർത്തനപ്പെടുന്നതിന് നിമിത്തമായി മാറും. ഓം ശാന്തി.
ബാബ്ദാദയുടെ ദിവ്യ അലൗകിക കൂട്ടുകെട്ട് എനിക്ക് അനുഭവമാകുന്നു. അവ്യക്ത ദേശത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകും. ഈ അവ്യക്ത ദേശത്തിൽ അവ്യക്ത ബാബ്ദാദയുടെ മുന്നിൽ ജ്ഞാനസൂര്യൻ്റെയും ജ്ഞാനചന്ദ്രൻ്റെയും സംഗത് ഒരു ആത്മീയ നക്ഷത്രമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ്ദാദയുടെ മസ്തകത്തിൽ നിന്നും ജ്ഞാനസൂര്യൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മനക്ഷത്രത്തിൽ പതിക്കുന്നു. ജ്ഞാനസൂര്യൻ്റെ സർവ ഗുണങ്ങളുടെയും ഈ കിരണങ്ങൾ പതിക്കുമ്പോൾ ആ ഗുണങ്ങൾ എന്നിൽ ധാരണയാകുന്നു. ഞാനും മാസ്റ്റർ ജ്ഞാനസൂര്യനായി സ്വയം അനുഭവിക്കുന്നു. ജ്ഞാനചന്ദ്രൻ്റെ ശീതളമായ കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ എൻ്റെ സ്വരൂപവും ശീതളമായി മാറുന്നു. ജ്ഞാനസൂര്യൻ്റെയും ജ്ഞാനചന്ദ്രൻ്റെയും ശക്തിയുടെയും ശീതളതയുടെയും ഡബിൾ ഫോഴ്സ് എനിക്ക് ഒരു ദിവ്യവും അലൗകികവുമായ നിറവ് പകർന്നു തരുന്നു. ഞാൻ സംതൃപ്ത ആത്മാവായി സഫലതാ നക്ഷത്രമായി സ്വയം അനുഭവിക്കുന്നു. ബാബ്ദാദയുടെ വരദാനി ദൃഷ്ടിയിലൂടെ വിജയീ രത്നമായി മാറാനുള്ള വരദാനം എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശ്രേഷ്ഠസ്ഥിതിയും ദിവ്യ അനുഭവങ്ങളും പ്രാപ്തമാക്കി മാസ്റ്റർ ജ്ഞാനസൂര്യനായി ഞാൻ വ്യക്തദേഹത്തിൽ വേറിട്ടും ബാബയ്ക്ക് പ്രിയപ്പെട്ടും സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിയിലെ സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് പോലെ മാസ്റ്റർ ജ്ഞാനസൂര്യനായ എന്നിൽ നിന്നും ഈശ്വരീയ ശക്തിയുടെയും ശീതളതയുടെയും കിരണങ്ങൾ പ്രസരിക്കുന്നു. ആ കിരണങ്ങൾ
അന്യ ആത്മാക്കളുടെ അധമ സംസ്കാരങ്ങളാകുന്ന കീടാണുക്കളെ ഭസ്മമാകട്ടെ. ജ്ഞാനസൂര്യൻ്റെ യഥാർത്ഥ പരിചയവും പ്രാപ്തിയും നേടാനുള്ള ഭാഗ്യം സിദ്ധമാകട്ടെ.